നമ്മൾ ഇപ്പോൾ ഉള്ളത് കോട്ടയം ജില്ലയിലെ ഭരണങ്ങാനം പള്ളിയിലാണ്. ഈ പള്ളി സ്ഥിതി ചെയ്യുന്നത് പാലാ ഈരാറ്റുപേട്ട റൂട്ടിലാണ്. ഈ പള്ളിയുടെ ഫ്രണ്ടിലായിട്ട് മാതാവിൻ്റെ മടിയിൽ ഈശോയെ കിടത്തിയിരിക്കുന്ന അതിമനോഹരമായ രൂപവും നമുക്ക് കാണാം. ഇതിലൂടെ മുന്നോട്ട് നീങ്ങുമ്പോൾ സെൻറ് മേരീസ് ഫൊറോന പള്ളിയും നമുക്ക് കാണാം. ഈ പള്ളിക്ക് ആനക്കല്ല് പള്ളി എന്നും ഒരു പേരുണ്ട്. ഈ പള്ളി പണിയാൻ തീരുമാനിച്ചപ്പോൾ സ്ഥാനങ്ങൾ തമ്മിൽ ഒരു തർക്കമുണ്ടായി. ആ തർക്കത്തിനിടയിൽ അവർ തീരുമാനിച്ചു, ആനയുടെ കയ്യിൽ ഈ പള്ളിയുടെ മൂലക്കല്ല് കൊടുക്കുക. ആന എവിടെ കല്ല് വെക്കുന്നുവോ അവിടെ പള്ളി പണിയാമെന്നും അവർ തീരുമാനിക്കുകയുണ്ടായി. അങ്ങനെ ആന കല്ല് വെച്ച സ്ഥലത്താണ് ഈ പള്ളി പണിതിരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ പള്ളിക്ക് ആനക്കല്ല് പള്ളി എന്നും പേര് വന്നത്. ഇവിടെയാണ് വിശുദ്ധ അൽഫോൻസ അമ്മയുടെ കബറിടം സ്ഥിതി ചെയ്യുന്ന ഗ്രോട്ടയുള്ളത്. സീറോ മലബാർ സഭയിലെ ആദ്യത്തെ വനിതാ വിശുദ്ധിയാണ് വിശുദ്ധ അൽഫോൻസാമ്മ. അൽഫോൻസാമ്മയുടെ ആദ്യത്തെ പേര് അന്നക്കുട്ടി എന്നായിരുന്നു. കോട്ടയം ജില്ലയിലെ അർപ്പൂക്കര എന്ന സ്ഥലത്ത് ജോസഫിൻ്റെയും മേരിയുടെയും 4ാമത്തെ മകളായിട്ട് അന്നക്കുട്ടി 1910 ഓഗസ്റ്റ് 19 ജനിച്ചു. അന്നക്കുട്ടി ചെറുപ്പത്തിലേ തന്നെ വളരെ അനുകമ്പ നിറഞ്ഞവളും വളരെ സുന്ദരിയുമായിരുന്നു. അതുകൊണ്ട് തന്നെ പല വിവാഹാലോചനകളും അന്നക്കുട്ടിക്ക് വന്നുകൊണ്ടിരുന്നു. ക്രിസ്തുവിൻ്റെ മണവാട്ടിയാകുവാനായിരുന്നു അവൾക്കിഷ്ടം. അവളുടെ സൗന്ദര്യമാണ് അതിൻ്റെ തടസ്സമെന്ന് മനസ്സിലാക്കിയ അന്നക്കുട്ടി ക്രിസ്തുവിനു വേണ്ടി സ്വയം ശരീരം പൊള്ളിക്കുകയും അവളുടെ തീരുമാനം മാറ്റമില്ലെന്ന് മനസ്സിലാക്കിയ കുടുംബാംഗങ്ങൾ അവളുടെ ആഗ്രഹത്തിന് വഴങ്ങുകയുമായിരുന്നു. അങ്ങനെ 1930 മെയ് 19 സഭാവസ്ത്രം സ്വീകരിക്കുകയും ചെയ്തു. 21-ാം വയസ്സിൽ അൽഫോൻസാമ്മയ്ക്ക് രക്തസ്രാവം ബാധിക്കുകയും 1946 ജൂലൈ 8 അൽഫോൻസാമ്മ മരിക്കുകയും ചെയ്തു. അൽഫോൻസാമ്മ മരിച്ചിട്ട് 40 വർഷത്തിന് ശേഷമാണ് അൽഫോൻസാമ്മയെ വാഴ്ത്തപ്പെട്ടവളായി പ്രഖ്യാപിച്ചത്. ഇവിടെ അൽഫോൻസാമ്മയുടെ മ്യൂസിയവും അവൈലബിൾ ആണ്. നിങ്ങൾ വരുമ്പോൾ അത് കാണുവാനും മറക്കരുത്. ഭരണങ്ങാനം പള്ളിയിലെ കാഴ്ചകളും വിശേഷങ്ങളും നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെയും എന്നെ അറിയിക്കാൻ മറക്കരുത്. താങ്ക്